ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴക്കാല രോഗങ്ങൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഒരുങ്ങുന്നു. ആരോഗ്യ സന്ദേശയാത്ര 14-ന് പര്യടനം തുടങ്ങുമെന്ന് അധികൃതർ. വിവിധാവശ്യങ്ങൾ ഉയർത്തി KSKTU പ്രക്ഷോഭം തുടങ്ങുന്നു. കാൽനട പ്രചരണ ജാഥകൾക്ക് തുടക്കം. SNDP ഹോസ്ദുർഗ് യൂണിയന്റെ വനിതാ സംഗമം കാഞ്ഞങ്ങാട്ട് നടന്നു. നേതൃത്വ പരിശീലന ക്യാമ്പും നടന്നു. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ കേരളത്തിൽ ആം ആദ്മിയും പ്രചരണം തുടങ്ങും. ജില്ലാതല ജാഥ 16-ന് പര്യടനം തുടങ്ങുമെന്ന് നേതാക്കൾ. ദ്വിദിന പുരാവസ്തു സെമിനാറിന് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ഒരുങ്ങുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ചിത്താരി മീത്തലെ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് ഉത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ബ്രോഷർ പ്രകാശനം നടന്നു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന മഴക്കാല രോഗങ്ങൾക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായുള്ള ആരോഗ്യ സന്ദേശയാത്ര മാർച്ച് 14-ന് പര്യടനം ആരംഭിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഊർജിതമായി നടത്താനുള്ള ബൃഹത് പദ്ധതികളാണ് ആരോഗ്യവകുപ്പ് ഇക്കുറി ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് അധികൃതർ പറഞ്ഞു. ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ഓരോ വാർഡും ഉൾക്കൊള്ളിച്ച് പഞ്ചായത്ത് മുനിസിപ്പൽ തല ശില്പശാല സംഘടിപ്പിക്കും. ഒരു വാർഡിൽ നിന്നും 10-ൽ കുറയാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്തി ശില്പശാലയിൽ സജീവമാക്കാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് നൽകിയിരിക്കുകയാണ്. രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും സജ്ജമാക്കിയിട്ടുണ്ട്. തീരദേശങ്ങളിലെ കിണറുകളിൽ കൂത്താടി ഭോജ്യ മത്സ്യമായ ഗപ്പി മത്സ്യനിക്ഷേപം മാർച്ച് 26-ന് ക്യാമ്പയിനായി നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ജില്ലയിലെ ഓരോ വാർഡിലെ 5 സന്നദ്ധ പ്രവർത്തകർക്ക് വെള്ളം ശുദ്ധീകരിക്കാനുള്ള ക്ലോറിനേഷൻ പരിശീലനം നൽകും. എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലും മഴക്കാല രോഗപ്രതിരോധ മുന്നൊരുക്കത്തിന്റെ വിളംബരത്തിനായി ആരോഗ്യ റാലികൾ നടക്കും. ജില്ല മുഴുവൻ സഞ്ചരിക്കുന്ന ബോധവൽക്കരണ വാഹനമായ കൊതുകുവണ്ടി എല്ലാ പഞ്ചായത്തുകളുടെയും സഞ്ചരിച്ച് പൊതുജനങ്ങൾക്ക് മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കും. അതിനുതകുന്ന തരത്തിലുള്ള കലാപരിപാടികളും ബോധവൽക്കരണ പരിപാടികളും കൊതുകുവണ്ടിയിൽ സജ്ജമാക്കിയിരിക്കുകയാണ്. ആരോഗ്യ സന്ദേശയാത്രയുടെ ജില്ലാതല ഉദ്ഘാടനവും കൊതുകുവണ്ടിയുടെ ഫ്ളാഗ് ഓഫും ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ P. കരുണാകരൻ MP മുഖ്യാതിഥിയായിരിക്കും. ജില്ലയിലെ MLA മാർ, ജില്ലാ കളക്ടർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഈ സന്ദേശയാത്ര ജില്ല മുഴുവൻ സഞ്ചരിക്കും. അതിൻ്റെ ഒരു കൊതുക് വണ്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഒരു സ്ഥലത്ത് ഈ വണ്ടി എത്തുകയും അവിടെ ജനപങ്കാളിത്തത്തോടു കൂടി എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ അതിൽ സ്കിറ്റ്, അവബോധം, പിന്നെ അതനുസരിച്ച് ക്ലാസ്, ഇതൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നെ വീഡിയോ ഷോ വരെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി DMO E. മോഹനൻ, ജില്ലാ മലേറിയ ഓഫീസർ V. സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് ഉജ്ജ്വല സമാപനം. തദ്ദേശീയരായ സ്വയം തൊഴിൽ സംരംഭകരെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള KCBയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് നടത്തുന്ന സംസ്ഥാനതല ജനജാഗ്രതാ യാത്രയുടെ പ്രചരണാർത്ഥമാണ് വാഹനജാഥ സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച കാലിക്കടവിൽ നിന്നും പ്രയാണമാരംഭിച്ച COA വാഹനജാഥയ്ക്ക് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ഹൊസങ്കടിയിലാണ് വാഹന പ്രചരണ ജാഥയ്ക്ക് സമാപനം കുറിച്ചത്. മഞ്ചേശ്വരം മുൻ MLA CH കുഞ്ഞമ്പു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുത്തകകളെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള നയങ്ങൾ KCB സ്വീകരിക്കുന്നത് ആശങ്കാജനകമാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്നും CH കുഞ്ഞമ്പു MLA പറഞ്ഞു. റിലയൻസിന്റെ ലക്ഷ്യം അവരിപ്പോൾ ഈ തലപ്പാടിയിൽ നിന്ന് തിരുവനന്തപുരം വരെ, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിലേക്കെല്ലാം പോകുന്ന റൂട്ടുകളിൽ ഇലക്ട്രിക് പോസ്റ്റിന് അവരുടെ കേബിൾ ഇട്ടാൽ എന്താണ് അവർക്ക് ലാഭം എന്ന് ചോദ്യം. അവരുടെ കേബിൾ ശൃംഖലയ്ക്ക് വേണ്ടി മാത്രം, അവരുടെ നെറ്റ്വർക്ക് ശൃംഖലയ്ക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്തത് എന്ന് കാണുന്നതില്ല. അവരുടെ ആവശ്യം
ഇപ്പോൾ കേബിൾ ശൃംഖലയാണ് അവർ കൈവശപ്പെടുത്താൻ പോകുന്നതെങ്കിൽ അവർക്ക് കേരളത്തിലെ വൈദ്യുതി മേഖലയെ മൊത്തം അവരുടെ കൈവശപ്പെടുത്തലാണ് അവരുടെ ലക്ഷ്യം. സിഒഎ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിച്ചു. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് നാസർ ഹസൻ അൻവർ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ച് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുവാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നതെന്ന് നാസർ ഹസൻ അൻവർ പറഞ്ഞു. KSEBയെ സ്വകാര്യവൽക്കരിച്ച് റിലയൻസിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് ഭരണാധികാരികൾ ശ്രമിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായാണ് നിലവിലെ മാനദണ്ഡങ്ങൾ മറികടന്ന് KSEBയുടെ വൈദ്യുതി പോസ്റ്റുകൾ കേബിൾ വലിക്കുവാൻ റിലയൻസിന് നൽകിയത്. പെട്രോളിയം വിഷയത്തിൽ ചാരപ്രവർത്തനം നടത്തിയ റിലയൻസിനെ കരിമ്പട്ടികയിൽപ്പെടുത്തി മാറ്റി നിർത്തുകയാണ് വേണ്ടത്. ഇതിനു പകരം പൊതുമേഖലാ സ്ഥാപനങ്ങളെ റിലയൻസിന് തീരെഴുതി കൊടുക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണെന്നും നാസർ ഹസൻ അൻവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ 2 സഹപ്രവർത്തകർ 5 ദിവസം പട്ടിണി കിടന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കണ്ണ് തുറന്നത്. 311 രൂപ നിരക്കിൽ പോസ്റ്റ് ഒന്നിന് ഞങ്ങൾക്ക് നിശ്ചയിച്ചു. കോടതിയിൽ ചോദ്യം ചെയ്തു. 250 രൂപയായി നിജപ്പെടുത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അതൊന്നും പോരായിരുന്നു. പിന്നീടാണ് 250 രൂപയായി നിജപ്പെടുത്താമെന്ന് ഈ സമരത്തോടു കൂടിയാണ്, ഞങ്ങളുടെ നിരാഹാര സമരത്തോടു കൂടിയാണ് മന്ത്രി സമ്മതിച്ചത്. ഇത് കഴിഞ്ഞ വർഷം തുടങ്ങിയ സമരമല്ല, കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഞങ്ങളിവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാഥ ലീഡർ സതീഷ് കെ പാക്കം, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ BV രാജൻ, ബാബു ഷെട്ടി, അബ്ദുൽ റഹ്മാൻ, ഹരീഷ് P നായർ, ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി KSKTU ചിത്താരി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥയുടെ ഉദ്ഘാടനം കുന്നമങ്ങാനത്ത് നടന്നു. ഭൂരഹിതർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീട് നൽകുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. രാവണീശ്വരം കുന്നമങ്ങാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ KSKTU ജില്ലാ കമ്മിറ്റി അംഗം ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിനകത്ത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും പാവപ്പെട്ടവരാണ് എന്ന് തന്നെയാണ് സർക്കാരിന്റെ ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ആ പാവപ്പെട്ടവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ നമ്മുടെ നാടിനകത്ത് ഒരു ഗവൺമെന്റുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുള്ള അതിന്റെ ഔദ്യോഗികമായ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ നാടിനകത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ എല്ലാം ഫലമായിട്ട് അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗമായിട്ട് ഈ പാവപ്പെട്ടവർ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുവെ ഈ ദുർബല ജനവിഭാഗത്തെ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. AV പവിത്രൻ ജാഥ ലീഡറായും O മോഹനൻ ജാഥ മാനേജറായുമുള്ള ജാഥയ്ക്ക് വില്ലേജിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ഉദ്ഘാടന സമ്മേളനത്തിൽ P ദാമോദരൻ, AV പവിത്രൻ, O കൃഷ്ണൻ, O മോഹനൻ, K രാജേന്ദ്രൻ, ദാമോദരൻ തണ്ണോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം VK രാജൻ ഉദ്ഘാടനം ചെയ്തു. P രാധാകൃഷ്ണൻ അധ്യക്ഷനായി. MV രാഘവൻ, O കൃഷ്ണൻ, P ദാമോദരൻ, AV പവിത്രൻ, O മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം ഹോസ്ദുർഗ് യൂണിയന്റെ നേതൃത്വത്തിൽ വനിതാ സംഗമവും നേതൃ ക്യാമ്പും സംഘടിപ്പിച്ചു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാത്രം സമുദായ ചിന്ത പാടില്ലെന്ന രാഷ്ട്രീയ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് SNDP യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് പറഞ്ഞു. SNDP ഹോസ്ദുർഗ് യൂണിയൻ സംഘടിപ്പിച്ച നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ കെട്ടുറപ്പിനെ കുറിച്ചും ഒക്കെ ഒരു സംഘടന ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ ഉണ്ടായി, ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവുന്നതിന് മുമ്പ് ഈ സംഘടന എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ ചെറിയ പരാമർശം മാത്രമേ കൂടി നടത്തിയിട്ടുള്ളൂ. വലിയൊരു കടലിൽ പുറകിൽ കിടക്കും, അത് നിങ്ങൾ പിന്നീട് കേട്ടാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകളായി ഈ സമുദായത്തിലെ അംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും. വനിതാ ക്യാമ്പിൽ നിരവധി പ്രവർത്തകർ എത്തി. യൂണിയൻ പ്രസിഡന്റ് K കുമാരൻ അധ്യക്ഷനായി. PV വേണുഗോപാലൻ, സ്വാമി പ്രേമാനന്ദ, P ദാമോദര പണിക്കർ, C നാരായണൻ, OK സതി, ശാന്താകൃഷ്ണൻ, MV ഭരതൻ, ബാബു വെള്ളിക്കോത്ത്, A തമ്പാൻ, സംഗീത വിശ്വനാഥൻ, S ദീപാങ്കുരൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ ദ്വിദിന പുരാവസ്തു സെമിനാർ സംഘടിപ്പിക്കുന്നു. 13-14 തീയതികളിലാണ് സെമിനാർ.
ഔപചാരിക ഉദ്ഘാടനം 14 രാവിലെ 9:30 മന്ത്രി KC ജോസഫ് നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രിയുടെ സൗകര്യാർത്ഥം ബഡ്ജറ്റ് സെഷൻ ഉള്ളതുകൊണ്ട് ഉദ്ഘാടനം 2ാം ദിവസത്തേക്കാണ് മാറ്റി. 14-ാം തീയതിയാണ് ഉദ്ഘാടനം. ആദ്യത്തെ ദിവസം സെമിനാർ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ സദു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളാണ്. കണ്ണൂർ, കാസർഗോഡ് മേഖലകളിലെ ആൾക്കാർക്ക് ഉദ്യോഗസ്ഥരെ കുറിച്ച് വേണ്ടത്ര ജ്ഞാനമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ധാരാളം പുരാവസ്തു സംരക്ഷണ കേന്ദ്രങ്ങൾ വടക്കൻ മേഖലയിൽ ധാരാളമുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ, കോഴിക്കോടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ പുതിയ തലമുറകൾ പുരാവസ്തു വകുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പുരാവസ്തുക്കൾ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം എങ്ങനെ യുവജനങ്ങളിൽ എത്തിക്കാം എന്ന ഒരു ദൗത്യമാണ് ഈ ഒരു സെമിനാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെഹ്റു കോളേജ് ചരിത്ര വിഭാഗം, സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ്, സംസ്ഥാന പുരാവസ്തു വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ദ്വിദിന സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. 13 രാവിലെ മുതൽ പുരാവസ്തു സംരക്ഷണം വിഷയമാക്കി 3 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. 14 രാവിലെ 9:30 സംസ്ഥാന സാംസ്കാരിക ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് സെമിനാറിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനാകും. ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തും. നെഹ്റു കോളേജ് മാനേജർ ഡോക്ടർ K വിജയരാഘവൻ മുഖ്യാതിഥിയാകും. പുരാവസ്തുക്കൾ സംരക്ഷിക്കുന്നതിലും കണ്ടെത്തുന്നതിലും മാർഗനിർദ്ദേശം നൽകാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന സെമിനാറിലൂടെ പുരാവസ്തു സംരക്ഷണ ബോധവൽക്കരണവും ലക്ഷ്യമിടുന്നു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം 2 പ്രബന്ധങ്ങളുടെ അവതരണം കൂടി നടക്കും. സമാപന സമ്മേളനം സംസ്ഥാന പുരാരേഖാ ഡയറക്ടർ K രാജീവ് കുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പുരാവസ്തു ഡയറക്ടർ G പ്രേംകുമാർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 200 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും സർവീസിൽ നിന്നും വിരമിക്കുന്ന കോളേജ് ചരിത്ര വിഭാഗ മേധാവി V കുര്യന്റെ ബഹുമാനാർത്ഥമാണ് സെമിനാറെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ C ബാലൻ, ഡോക്ടർ വിനോദ് കുമാർ കല്ലേലിക്കൽ, ഡോക്ടർ PT പത്മജ, ഡോക്ടർ KV തോമസ്, ഡോക്ടർ സോമൻ കടലൂർ എന്നിവരാണ് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത്. ഡോക്ടർ PT സെബാസ്റ്റ്യൻ, നന്ദകുമാർ കോറോത്ത, KV ശബരിനാഥ, KP സദു എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തെങ്ങുകയറ്റം പരിശീലിക്കുന്ന തിരക്കിലാണ് ചീമേനി തുറന്ന ജയിലിലെ അന്തേവാസികൾ. ജയിലിൽ നടന്നുവരുന്ന സ്വയം തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായാണ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് അന്തേവാസികൾ തെങ്ങുകയറ്റം പരിശീലിക്കാനെത്തിയത്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെയാണ് പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരിശീലനം നടന്നുവരുന്നത്. ആദ്യഘട്ടത്തിൽ 7 പേരാണ് പരിശീലനം നേടുന്നത്. തെങ്ങുകയറ്റ പരിശീലനത്തിന് പുറമെ തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളായ മണ്ടചീയൽ, കൂമ്പുചീയൽ, തഞ്ചാവൂർ വാട്ടം എന്നീ രോഗങ്ങൾക്കും കീടങ്ങളായ കൊമ്പൻചെല്ലി, ചെമ്പൻചെല്ലി, മണ്ടരി, വേരുതേനിപ്പുഴു എന്നിവയ്ക്കുള്ള പ്രതിവിധിയും ഇവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു പുതിയൊരു അനുഭവമാണ്. ഒരാഴ്ച കൊണ്ട് തെങ്ങ് കയറാനും അതേപോലെ തന്നെ തെങ്ങിൻ്റെ കീടങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ജൈവവള പ്രയോഗം, നടീൽ വസ്തുക്കൾ, ഇതിലെ കൂടുതലായ ഒരു അനുഭവത്തിൽ പഠിച്ചു. അതിനി മറ്റുള്ളവർക്ക് കൂടി പകർത്താൻ ഞാൻ ഉപയോഗിക്കും. രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം 38 പഞ്ചായത്ത്, 4 മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുമായി 1050 പേർക്ക് വിവിധ ഘട്ടങ്ങളിൽ പിലിക്കോട് പരിശീലനം നൽകിയിരുന്നു. കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കീടവിഭാഗം ശാസ്ത്രജ്ഞനായ ഡോക്ടർ T സന്തോഷ് കുമാറാണ് കീടരോഗ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് ക്ലാസുകൾ നൽകുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് K മിഥുന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. ചീമേനി ഓപ്പൺ പ്രസിഡന്റിലുള്ള അന്തേവാസികൾക്ക് ഒരാഴ്ചത്തെ തെങ്ങുകയറ്റ പരിശീലനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ T സന്തോഷ് കുമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഒരു തെങ്ങ് കയറ്റം വന്നതിലുപരി ഒരു തെങ്ങിൻ്റെ ഡോക്ടറാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് തെങ്ങിൻ്റെ കീടങ്ങൾ, രോഗങ്ങൾ, വളപ്രയോഗം, ജലസേചനം മറ്റുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ തെങ്ങ് കയറ്റ തൊഴിലാളികളെ അപേക്ഷിച്ച് ഇവർക്ക് കീടങ്ങളും രോഗങ്ങളും തിരിച്ചറിയാനുള്ള രൂപത്തിലേക്ക് മാറ്റുക, ഒരു തെങ്ങ് കൊക്കനട്ട് ടെക്നീഷ്യൻ ആക്കി മാറ്റുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. തെങ്ങ് കയറ്റ പരിശീലനത്തിന് പുറമെ അന്തേവാസികൾക്കായി കമ്പ്യൂട്ടർ പരിശീലനം, ഡ്രൈവിംഗ് പരിശീലനം എന്നിവയും ജയിലിൽ നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാരക്കുഴി നാളികേര ഉൽപാദക സംഘത്തിന്റെയും കാരക്കുഴി ഗ്രാൻഡ്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ സഹകരണത്തോടെ കാരക്കുഴി നാളികേര ഉൽപാദക സംഘം, കാരക്കുഴി ഗ്രന്ഥ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് ഒരുക്കിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടില് പ്രത്യേകിച്ചും ഇന്നത്തെ പാരിസ്ഥിതിക അവസ്ഥയിൽ പലതരത്തിലുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ് സാമാന്യ ജനങ്ങൾ. ഇപ്പോൾ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
വിവിധങ്ങളായ രോഗങ്ങൾ, നമ്മളൊക്കെ കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലേക്കുള്ള രോഗങ്ങൾ പോലും നമ്മുടെ സമൂഹത്തിൽ പല കുടുംബങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേത്രപരിശോധന മാത്രമല്ല, മറ്റ് പലതരത്തിലേക്കുള്ള രോഗനിർണയവും ഇതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും ക്ലബ്ബുകളുടെയും അതോടൊപ്പം തന്നെ മറ്റ് സേവന തൽപരരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടി വിവിധ മേഖലകളിൽ നടക്കുകയാണ്. ഇന്നിപ്പോൾ എല്ലാ വീടുകളിലും എടുത്താൽ ചെറിയ കുട്ടികളടക്കം, മുമ്പൊക്കെ തന്നെ പ്രായമായവരുടെ മുഖത്ത് മാത്രമേ നമ്മൾ കന്നഡ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ചെറിയ കുട്ടികളടക്കം ഇന്ന് കന്നഡ വെച്ചുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നതും അതുപോലെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നതും. ചടങ്ങിൽ ബി രാഘവൻ അധ്യക്ഷനായി. എ വി സഞ്ജയൻ, വി പി പ്രശാന്ത് കുമാർ, മനോജ് കാരക്കുഴി, മനോജ് വാരിക്കാട്ട്, സി ബാലകൃഷ്ണൻ, കെ വി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വി ഗിരീഷ് സ്വാഗതവും കെ ഗിരീഷ് നന്ദിയും പറഞ്ഞു. അടൂട്ട് ജോളി യൂത്ത് സെന്ററിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വനിതോത്സവം സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. വനിതോത്സവത്തിന്റെ ഉദ്ഘാടനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം സുമതി നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ വിവിധ വളർച്ചയിൽ വലിയ തോതിൽ സംഭാവന ചെയ്തിട്ടുള്ള അമ്മമാരെയാണ് ഇവിടെ ആദരിച്ചത്. അമ്മമാരുടെ ത്യാഗം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രായത്തിലുള്ള അമ്മമാരുടെ ത്യാഗം എന്ന് പറഞ്ഞാൽ അത് മഹത്തരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നുള്ള സുഖ സൗകര്യങ്ങളോ ഇന്ന് നാം കാണുന്ന ഭഗ്നപ്പൊലിയോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ പ്രവർത്തകനും കുടുംബത്തെ നന്നായിട്ട് നയിക്കുന്നതിനും ആ കുടുംബമായൊക്കെ തന്നെ ഇന്നുള്ള ഈ ഉയർച്ചയെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പി വി കാർത്തിയായണി അധ്യക്ഷയായി. മുഹമ്മദ് പേരാമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി. സുനു ഗംഗാധരൻ, കെ വി ലക്ഷ്മി, പി നാരായണി, വി ടി കാർത്തിയായണി, ടി വി പത്മിനി, ദേവി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശത്തെ അമ്മമാരെ ചടങ്ങിൽ ആദരിച്ചു. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ ആം ആദ്മി പാർട്ടി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. 16, 17 തീയതികളിൽ നടക്കുന്ന ജാഥയിൽ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന വർഗീയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുക, മതസൗഹാർദ്ദം നിലനിർത്തുക, മതേതരത്വം സംരക്ഷിക്കുക, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക, രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതി തുടച്ചു നീക്കുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിയാണ് ആം ആദ്മി പാർട്ടി മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിക്കുന്നത്. 16 രാവിലെ 9:30 തലപ്പാടിയിൽ വെച്ച് ആം ആദ്മി പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ സാറ ജോസഫ് ജാഥ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം കോർഡിനേറ്റർ അഷ്റഫ് കുഞ്ചത്തൂർ, വൈസ് കോർഡിനേറ്റർ ഷുക്കൂർ കണാജെ എന്നിവർ നയിക്കുന്ന ജാഥ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കുമ്പളയിൽ ജാഥ സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആം ആദ്മി പാർട്ടി കമ്മിറ്റി ഈ വരുന്ന മാർച്ച് മാസം 16, 17 തീയതികളിൽ വർഗീയത്തിൻ്റെയും അതുപോലെ തന്നെ അഴിമതിക്കെതിരെ ഒരു വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 16-ാം തീയതി രാവിലെ 9:30 തലപ്പാടിയിൽ നിന്നും കേരള ആം ആദ്മി പാർട്ടി കോർഡിനേറ്റർ സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കുമ്പളയിൽ നിന്നാണ് ഇതിൻ്റെ സമാപനം. AAP ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി ഫത്ത, ജോസഫ് ഐസക്, അഷ്റഫ് കുഞ്ചത്തൂർ, ഷുക്കൂർ കണാജെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിത തടയണകൾ കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ ജലസമൃദ്ധി ഒരുക്കുന്നു. കുവാറ്റിയിൽ മാത്രം 40ഓളം തടയണകളുണ്ട്. കുടിവെള്ളത്തിനും കൃഷി ജലസേചനത്തിനും ആവശ്യമായ ജലം ഉറപ്പുവരുത്തും വിധമാണ് തടയണകളുടെ നിർമ്മിതി. മാളം കയറ്റി നിർമ്മിച്ച തടയണയാണ് ഇതിലേറ്റവും വലുത്. 4 മീറ്ററിലധികം വ്യാപ്തിയിൽ 2 മീറ്റർ ആഴത്തിലാണ് തടയണയ്ക്ക് സമീപം വെള്ളം കെട്ടിനിൽക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 900ഓളം തൊഴിൽ ദിനങ്ങളാണ് തടയണ നിർമ്മാണത്തിന് നൽകിയത്. കണ്ടമാനം ഒഴുകി വെറുതെ പോകുന്ന വെള്ളത്തെ കെട്ടിനിർത്തുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 30ഓളം തടയണകൾ ഈ നിലയിൽ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതിൻ്റെ ഭാഗമായി തന്നെ ഏകദേശം ഈ മാർച്ച് അവസാനത്തോടുകൂടി ചാല് ഇടമുറിഞ്ഞ് പോയി ഈ അല്പം ഈ കുഴിയിൽ മാത്രം വെള്ളം ഉണ്ടാകുന്നൊരു സാഹചര്യം പൊതുവിലുണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ അങ്ങനെയായിരുന്നു ഉണ്ടായത്. ഈ പ്രാവശ്യം ഒരു നല്ല നിലയിൽ ഇതൊരു വലിയൊരു വിജയം എന്ന നിലയിൽ തന്നെ നമുക്ക് തൊഴിലാളികൾ ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് തന്നെ വലിയ നിലയിൽ വെള്ളം പാഴാകി പോകാതെ വെട്ടി നിന്നുകൊണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ നില ഈ ഏറ്റവും വലിയ തടയണ ഇതാണ്. ഇവിടെ നില കിട്ടുക ഒരു മനുഷ്യൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നില കിട്ടാത്ത നിലയിലേക്ക് വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ പ്രദേശത്ത്
മാനൂരി, അതുപോലെ തന്നെ പൂവായ്ക്ക്, ആനക്കല്ല്, കോട്ടക്കുന്ന്, പറയങ്കാട്, വേട്ടനാടി ഉൾപ്പെടെയുള്ള ചെറുവ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഉള്ള കിണറുകളിൽ കണ്ടമാന ജലവിധാനം ഉയരുകയും കൃഷിക്കും അതുപോലെ തന്നെ വീട്ടാവശ്യത്തിന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് നല്ല നിലയിൽ നിറവേറ്റുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും. മണ്ണ്, ജലം, പ്രകൃതി സംരക്ഷണം, ശുചിത്വത്തിനും മുൻഗണന നൽകിയാണ് നിർമ്മാണം. കഴിഞ്ഞ 4 വർഷത്തിനിടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന വാർഡാണ് കൂവാറ്റി. ഏതാണ്ട് 70 ലക്ഷം രൂപ. പരമാവധി തൊഴിലാളികൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ നൽകാനും കഴിഞ്ഞു. ചിത്താരി മീത്തലെ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ടുത്സവത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ബ്രോഷർ പ്രകാശനം നടന്നു. ചിത്താരി മീത്തലെ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ബ്രോഷറിന്റെ പ്രകാശനം ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം അന്തിത്തിരി അച്ഛൻ മഹോത്സവ കമ്മിറ്റി ചെയർമാൻ അരവിന്ദാക്ഷൻ നായർക്ക് കൈമാറി പ്രകാശനം ചെയ്തു. ക്ഷണപത്രിക മഹോത്സവ കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ കൃഷ്ണൻകുട്ട പുന്നയിൽ നിന്നും ഏറ്റുവാങ്ങി. ചടങ്ങിൽ മഹോത്സവ കമ്മിറ്റി ഭാരവാഹികളായ KT നാരായണൻ, ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പിൽ, കുഞ്ഞിക്കണ്ണൻ കേളോത്ത്, TV ശ്രീധരൻ, KV ബാലൻ, CK ഗംഗാധരൻ, രാജൻ പൂച്ചക്കാട്, പ്രേംകുമാർ രാവണേശ്വരം, EV രവീന്ദ്രൻ, A കൃഷ്ണൻ, രമേശൻ അമ്പാടി അരയി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. 4 ദിനങ്ങളിലായി നടന്ന കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട ഉത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു. കളിയാട്ടത്തിന്റെ ഭാഗമായി ചാമുണ്ടേശ്വരി വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ കെട്ടിയാടി. കളിയാട്ടത്തിൽ പങ്കെടുക്കാൻ 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. അന്നദാനവും നൽകി. വിഷുപക്ഷിയുടെ പാട്ടുമായി മേടമാസം എത്തുകയായി. വിഷുവിന്റെ വരവറിയിച്ച നാടെങ്ങും കൊന്നകൾ പൂത്തുലഞ്ഞു കഴിഞ്ഞു. കത്തുന്ന വേനൽ ചൂടിൽ കണ്ണിനു കുളിർമ പകരുന്ന കാഴ്ചയാണ് ഈ കർണികാര പുഷ്പങ്ങൾ. വിഷുവിന് കണിയൊരുക്കുന്നതിൽ കൊന്നപ്പൂവിനാണ് പ്രമുഖ സ്ഥാനം. സമൃദ്ധി കണി കണ്ടുണരുന്ന ആ ദിനത്തിനായി ഇനി 1 മാസത്തെ കാത്തിരിപ്പുണ്ട്. പ്രകൃതി വിഷുവിന്റെ വരവറിയിച്ചു കഴിഞ്ഞു. പീതവർണം വാരിവിതറി പൂത്തുലഞ്ഞു നിൽക്കുകയാണ് കൊന്നമരങ്ങൾ. സ്വർണവർണ്ണ ശോഭയോടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നമരങ്ങൾ കണ്ണിന് കുളിരു പകരുന്ന കാഴ്ച തന്നെയാണ്. ദേശീയപാതയിലൂടെയുള്ള യാത്രക്കിടയിൽ വഴിയോരങ്ങളിൽ പലയിടത്തും കൊന്നപ്പൂക്കൾ കാണാം. പിലിക്കോട്, തോട്ടം ഗേറ്റ്, പള്ളിക്കര എന്നിവിടങ്ങളിലെ കൊന്നമരങ്ങൾ എല്ലാവരുടെയും മനമയക്കുന്നു. വേനൽമഴ ശക്തമായില്ലെങ്കിൽ വിഷുദിനം വരെ ഈ കാഴ്ച കണ്ണിന് വിരുന്നാകും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉപ്പള പൊണ്ടേഹൂർ നിത്യാനന്ദ യോഗാശ്രമത്തിൽ നടക്കുന്ന ചതുർവേദ മഹായാഗത്തിന് 22-ന് തുടക്കം കുറിക്കും. 7 ദിവസങ്ങളിലായി നടക്കുന്ന യാഗത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉപ്പള കൊണ്ടേവൂർ ശ്രീ നിത്യാനന്ദ യോഗാശ്രമത്തിൽ നടക്കുന്ന ചതുർവേദ സംഹിതായാഗത്തിനും ബൃഹത് ഗായത്രി ഘൃത സംപ്രാപ്തി മഹായാഗത്തിനുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ച് വരികയാണ്. ഈ മാസം 22 മുതൽ 29 വരെയുള്ള 7 ദിവസങ്ങളിലായാണ് ഈ അപൂർവ മഹായാഗം നടക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം മുൻനിർത്തിയാണ് യാഗം നടക്കുന്നത്. കൊണ്ടേവൂർ മഠാധിപതി ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യാഗം നടക്കുന്നത്. 500 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ മരുത്വാമലയിൽ പ്രഭാകര സിദ്ധയോഗിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു യാഗം നടന്നതായി വിശ്വസിക്കപ്പെടുന്നു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് പരിസ്ഥിതി സ്നേഹികളും ആധ്യാത്മിക പ്രവർത്തകരുമടക്കം 1000 പേർ യാഗത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജഗദ്ഗുരു നിത്യാനന്ദ സ്വാമിയുടെ തപോഭൂമി, അദ്ദേഹം തപസ്സനുഷ്ഠിച്ചതായിട്ടുള്ളൊരു സങ്കേതമാണ്. ഗായത്രി ദേവിയുടെ മനോഹരമായ ക്ഷേത്ര സന്നിധി അവിടെയുണ്ട്.
ആ സ്ഥലത്താണ് ഈ വർഷം മാർച്ച് 22 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ചതുർവേദ സംഹിത യാഗവും ബൃഹത് ഗായത്രി മഹായാഗവും നടക്കുന്നത്. വൈദിക പ്രാധാന്യമുള്ളതാണ് ഈ യാഗം. താന്ത്രിക പ്രധാനവും വൈദിക പ്രധാനവുമായി യാഗങ്ങളെ രണ്ടായിട്ട് തിരിക്കപ്പെട്ടിട്ടുണ്ട്. വൈദികമായ പ്രാധാന്യമുള്ളതോടൊപ്പം പാരമ്പര്യ വൈദ്യത്തിനും ആയുർവേദത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ യാഗം മുന്നോട്ട് പോകുന്നത്. എം ശ്രീധരൻ നമ്പൂതിരി, ഗോപാല ബന്ദിയോട്, ഡോക്ടർ ജയപ്രകാശ് നാരായണ, ഡോക്ടർ ബാലകൃഷ്ണ കൊളവയൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ദി കോഫി ക്ലബ് വെജിറ്റേറിയൻ ലഘുഭക്ഷണശാല പ്രവർത്തനം തുടങ്ങി. ഐസ്ലാൻഡ് ഐസ്ക്രീം ഷോപ്പിന് മുകളിലാണ് കോഫി ക്ലബ് പ്രവർത്തിക്കുന്നത്. ദി കോഫി ക്ലബ് വെജിറ്റേറിയൻ ലഘുഭക്ഷണശാല ശ്വേതാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോമളവല്ലി ഭദ്രദീപം കൊളുത്തി. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാല രോഗങ്ങൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഒരുങ്ങുന്നു. ആരോഗ്യ സന്ദേശയാത്ര 14-ന് പര്യടനം തുടങ്ങുമെന്ന് അധികൃതർ. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി KSKTU പ്രക്ഷോഭം തുടങ്ങുന്നു. കാൽനട പ്രചരണ ജാഥകൾക്ക് തുടക്കം. SNDP ഹോസ്ദുർഗ് യൂണിയന്റെ വനിതാ സംഗമം കാഞ്ഞങ്ങാട്ട് നടന്നു. നേതൃത്വ പരിശീലന ക്യാമ്പും നടന്നു. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ കേരളത്തിൽ ആം ആദ്മിയും പ്രചരണം തുടങ്ങും. ജില്ലാതല ജാഥ 16-ന് പര്യടനം തുടങ്ങുമെന്ന് നേതാക്കൾ. ദ്വിദിന പുരാവസ്തു സെമിനാറിന് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ഒരുങ്ങുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ചിത്താരി മീത്തലെ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് ഉത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ബ്രോഷർ പ്രകാശനം നടന്നു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന് സമാപനം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.